എം സ്വരാജിനെ കുറിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. സ്വരാജ് നല്ല വ്യക്തിത്വമുള്ള ആളാണ്, നല്ല പ്രാസംഗികനാണ്, കാര്യങ്ങൾ വ്യക്തമായി മറ്റുള്ളവരിലേക്ക് പറഞ്ഞു മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും കഴിയും എന്നും ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരെന്നെ കളിയാക്കുകയും നീ പാർട്ടി മാറി തുടങ്ങിയോ, നീ വ്യതിചലിച്ച് ചിന്തിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. അവർ ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഞാൻ തന്നെ സ്വരാജൊക്കെ നന്നായി പ്രസംഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിളിച്ച് പറയും നല്ല പ്രസംഗം നടത്തിയെന്ന് പറയും. അതൊക്കെ നമ്മളവർക്ക് കത്ത് കൊടുക്കും, ചിറ്റ് കൊടുക്കും, ഗുഡ് കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അത് നല്ലതാണ്. ഇപ്പം എന്നെ തന്നെ എത്രയോ പേര് അഭിനന്ദിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ വലിയ വലിയ നേതാക്കന്മാരെ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അസംബ്ലിയൊക്കെ ഇരിക്കുമ്പോൾ നന്നായി പ്രസംഗിക്കുന്നവരെ നമ്മൾ അഭിനന്ദിക്കാറുണ്ട്. നല്ല പ്രസംഗമാണ്, അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക. അതൊക്കെ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള കാര്യമല്ലേ. ചിലപ്പോൾ നമ്മളെ ആയിരിക്കും വിമർശിക്കുന്നത്, എന്നാലും സാരമില്ല. എന്നാലും അവരുടെ അവതരണ ശൈലിയും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ നല്ലതാണെങ്കിൽ അവരെ നമ്മൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അഭിനന്ദിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ. കഴിവുള്ളവര് മറ്റ് കഴിവുള്ളവരെ കണ്ടാൽ അംഗീകരിക്കുക, അത് രാഷ്ട്രീയ ജാതി മതഭേദമന്യേ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. ആ നല്ല മനസ്സുള്ളവർക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവും, നല്ല വ്യക്തിത്വമുള്ളവർക്ക് നല്ല അഭിപ്രായങ്ങളും മറ്റുള്ളവർ നല്ല രീതിയിൽ ഇടപഴകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുള്ളൂ. ഇല്ലാത്തവരുടെ മനസ്സിൽ അസൂയയും കുശുമ്പും ഒക്കെ ആയിരിക്കും. അവരെപ്പോഴും നമ്മളൊരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും കഴിവുകളൊക്കെ അംഗീകരിച്ച് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കാണിക്കുന്ന മനസ്സും ആ സംസ്കാരവുമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.